നമസ്കാരം. ഭാരത് ലൈവ് ഓൺ റെക്കോർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഓൺ റെക്കോർഡിൽ എനിക്കൊപ്പമുള്ളത് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പാണ്. സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ അധികം നാളുകളില്ല. പ്രചരണ ചൂടിലാണ് രാജ്യമെമ്പാടും, അല്ലേ? 2019 സീറ്റുകൾ പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു കേരളത്തിൽ. അത് ഇത്തവണ ആവർത്തിക്കാനാവുമോ? 2019 20 സീറ്റ് കൂട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ചെറിയ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ആലപ്പുഴ നഷ്ടപ്പെട്ടു. ഇത്തവണ ആലപ്പുഴയും ജയിക്കും. അതായത് 20 സീറ്റും ഇത്തവണ കോൺഗ്രസിന്റെ കയ്യിലേക്ക് വരുമെന്നാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായും. അത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്രയേറെ BJP വിരുദ്ധ വികാരവും CPM വിരുദ്ധ വികാരവും അല്ലെങ്കിൽ മോഡി വിരുദ്ധ വികാരവും അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരവും ജനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരം ആളിക്കത്തുകയാണ്. അതിന് കാരണം രണ്ട് ഭരണത്തിൻ്റെയും ഭരണക്കെടുതികൾ മൂലം ഏറ്റവും അധികം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എന്ന് വേണ്ട അഴിമതിയും വർദ്ധിക്കുകയും അങ്ങനെ ജനങ്ങൾ പൊറുതിമുട്ടി കഴിയുന്ന ഒരവസരത്തിൽ രണ്ട് ഗവൺമെൻറ്റിനും അതിലെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന ചിന്ത ഉള്ളതുകൊണ്ട് BJPക്കും CPMനും എതിരായി ബാലറ്റ് പട്ടികയിൽ ജനങ്ങൾ വോട്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും 20 സീറ്റും കിട്ടും. അല്ല, താങ്കളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രചാരണ തന്ത്രം മാത്രമായി എടുത്താൽ പോരെ. 2019 ഒരു സാഹചര്യം അല്ലല്ലോ 2024. 2019 ആ 19 സീറ്റും ലഭിച്ചെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ 20ലേക്ക് കടക്കുമായിരുന്നിരിക്കും. അതിന് കാരണമായിട്ടുണ്ടായിരുന്നത് ഇവിടെ ശബരിമല പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നില്ലേ ഘടകം? പിന്നെ ഒന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. കേരളത്തിൽ വ്യത്യസ്തമായ സാഹചര്യമാണ് ചരിത്രാതീതമുള്ളത്. കേരളത്തിൽ 67 കാലഘട്ടത്തിൽ ഇടതുപക്ഷ മുന്നണി, അതായത് ഇടതുപക്ഷ മുന്നണി മാസ് പാർട്ടി നേതൃത്വത്തിലുള്ള മുന്നണി 13 സപ്തകക്ഷി മുന്നണി 7 മുന്നണികൾ ചേർന്നപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്കിരുന്നു. കോൺഗ്രസ് ഭിന്നിച്ചപ്പോൾ കേരള കോൺഗ്രസ് വേറെ സംഘടനയായി. അപ്പോൾ 20 സീറ്റും പോയി. അത് കഴിഞ്ഞ് 71 ആയപ്പോഴത്തേക്ക് കൊണ്ട് സീറ്റുകളുടെ എണ്ണം കൂടി. 77 ഇന്ദിരാവിരുദ്ധ തരംഗം ആളിക്കത്തിയപ്പോൾ ഈ വടക്കൻ കാറ്റ് ആഞ്ഞു വീശിയ സന്ദർഭത്തിൽ പോലും വൻ വടപക്ഷങ്ങൾ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവർ കടപഴകി വീണപ്പോഴും കേരളത്തിൽ 20 സീറ്റ് കിട്ടി. അപ്പോൾ കേരളത്തിൽ ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള കാലാവസ്ഥയാണ്. ചോദ്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ 19 ഘടകം ഒന്ന് പറയുന്നത് ശബരിമല വിഷയത്തിൽ ഹിന്ദു വികാരം ആളിക്കത്തി. അത് CPMന് എതിരായിരുന്നു എന്നാണ് ഒരു വാദം. പക്ഷേ അന്ന് സുവർണാവസരമാണ് തങ്ങൾക്ക് എന്ന് പറഞ്ഞത് BJPയാണ്. BJPയുടെ പ്രസിഡന്റ് ശ്രീ ശ്രീധരൻപിള്ള ഈ ശബരിമല പ്രശ്നം ഞങ്ങളുടെ സുവർണാവസരമാണ്, അതുകൊണ്ട് ഹിന്ദു വികാരം ഞങ്ങൾക്ക് അനുകൂലമായി വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ശബരിമലയുടെ പേരിലാണ് വോട്ട് കിട്ടിയതെങ്കിൽ അത് കിട്ടേണ്ടത് ആർക്കാ? BJPക്കല്ലേ. BJPയുടെ വോട്ട് അതിന് മുമ്പുള്ള ഇലക്ഷനേക്കാൾ 10% എന്നുള്ള കൂടിയിട്ട് 14%. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു വരവുണ്ടായല്ലോ, അതും ഒരു ഘടകമല്ലേ? അത് പറയാം, ഒന്നാമത്തെ ഘടകം. അപ്പോൾ BJPയുടെ വോട്ട് കൂടി. അത് എവിടെ നിന്ന് പോയതാ? കോൺഗ്രസ് ഇന്ന് CPM പോകുന്ന ആവണല്ലോ. എന്നിട്ടും എങ്ങനെ ജയിച്ചു? അപ്പം രാഹുൽ ഗാന്ധി ഫാക്ടർ എന്ന് പറയുന്നതിനേക്കാൾ രാഹുൽ ഗാന്ധിക്ക് ഒരു സമ്മതിയുണ്ട്. അന്ന് ഇന്ത്യ ഒട്ടാകെ പപ്പുമോൻ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അന്ന് അമേഠിയിൽ പോലും രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട സന്ദർഭത്തിൽ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും എന്ന ഒരു പ്രതീതി ജനിപ്പിച്ച് കാണാം. എന്തായിരുന്നാലും കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗം ഉണ്ടായിരുന്നു. അതിനേക്കാളേറെ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു വ്യത്യസ്ത കാലാവസ്ഥയായിരുന്നു. കാരണം ആദ്യ പിണറായി സർക്കാർ തുടങ്ങിയപ്പോൾ പിണറായി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള രോഷവും ഉണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ചോളം BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നില്ല കേരളത്തിലുണ്ടായത്. ഇന്ത്യ ഒട്ടാകെ BJPക്ക് അനുകൂലമായ തരംഗം വീശിയപ്പോഴും കേരളം വിഭിന്നമായി നിൽക്കാൻ കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കേരളത്തിൽ ജനങ്ങൾ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചു, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. അതുകൊണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം ജനങ്ങളുടെ ഉണ്ടായതുകൊണ്ട് BJPക്ക് കിട്ടേണ്ട വോട്ടും CPM കിട്ടേണ്ട വോട്ടും കോൺഗ്രസിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് 20 സീറ്റും കിട്ടിയത്. ദേശീയ തലത്തിലേക്ക് കടന്നാൽ NDA ഹാട്രിക് നേടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 400 അതിൽ കൂടുതലോ സീറ്റ് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണിയാണെങ്കിൽ 300 സീറ്റ് എന്തായാലും ഞങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതിനൊരു സാധ്യത, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ, അത് എങ്ങനെയാണ് താങ്കളൊരു വീക്ഷണം? അത് എങ്ങനെയാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 37% വോട്ടാണ് BJP കിട്ടിയത്. അതിനപ്പുറം ദേശീയ കക്ഷികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. ഇന്ന് ആ ദേശീയ കക്ഷികൾ പലതുമില്ല.
ഇന്നിപ്പോൾ ഒന്നോ രണ്ടോ പ്രമുഖ കക്ഷികൾ പോലും ഇല്ല. യഥാർത്ഥത്തിൽ NDA മുന്നണി ശുഷ്കമാണ്. അപ്പോൾ 37% വോട്ട് BJP കിട്ടിയാൽ തന്നെയും 40-42% കൂടുതലൊന്നും വോട്ട് കിട്ടാനുള്ള ശേഷി പഴയ ഇതുണ്ട് നിൽക്കുന്നില്ല. ഞാൻ പറയുന്നതല്ല, കോൺഗ്രസിന് കിട്ടിയ വോട്ടുകളും ഇന്ത്യ മുന്നിലെ ഘടകകക്ഷികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഡയറക്റ്റ് വന്നപ്പോൾ കിട്ടിയ എല്ലാ വോട്ടുകളും സമാഹരിച്ചാൽ 60% വോട്ടാകും. കോൺഗ്രസിലൂടെയുള്ള കക്ഷികൾ ഏതാ? കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത കക്ഷികളാണ് ഞാൻ പറയുന്നത്. ഒന്ന് തൃണമൂൽ കോൺഗ്രസ്, DMK നേരത്തെ ഉണ്ടായിരുന്നു, സമാജ്വാദി പാർട്ടി, തേജസ്വി യാദവിൻ്റെ പാർട്ടി ബീഹാറിൽ, ആം ആദ്മി പാർട്ടി പുതിയ പാർട്ടിയായിട്ട് വന്നിട്ടുള്ളതാണ്, കൂടാതെ ഇടതുപക്ഷ കക്ഷികൾ, പിന്നെ ധാരാളം കൊച്ചു കൊച്ചു കക്ഷികൾ കാശ്മീരിലും മറ്റുമൊക്കെ ഉള്ള എല്ലാം കൂടി 30ഓളം കക്ഷികളുണ്ട്. അപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ വളരെ ശുഷ്കമായ ആളുകളാണ്. കർണാടകത്തിലാകെയുള്ളത് ദേവഗൗഡയുടെ ഒരു കൊച്ചു കക്ഷി, വേറൊന്നുമില്ല. പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം ഇന്ന് ഇന്ത്യ മുന്നണിയിലുണ്ട്. പിന്നെ വളരെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പം ഇടതുപക്ഷമായിട്ടുള്ള സഖ്യമാണ്. പണ്ട് ഇടതുപക്ഷം UPA ഗവൺമെൻറ്റിൻ്റെ ശക്തി സ്തംഭമായിരുന്നെങ്കിൽ അന്നും കേരളത്തിൽ വേറിട്ടാണ് നിന്നത്. ഇന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും ഇന്നിപ്പോൾ ഇടതുപക്ഷവും ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇടതുപക്ഷം വിട്ടുപോയാലും വലിയ പ്രശ്നമില്ല. അന്നത്തെ UPA ഉണ്ടായിരുന്ന ആ മുന്നണി സംവിധാനം, അതിലുണ്ടായിരുന്ന ഘടകകക്ഷികൾ, അവർക്കുണ്ടായ ആ ഒരു ഒത്തൊരുമ അത് ഇന്ന് ഇന്ത്യ മുന്നണിയിലുള്ള ഘടകകക്ഷികൾക്കുണ്ടോ? അത് തീർച്ചയായും ഉണ്ടാവും. കാരണം മോദി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നുള്ള സംഭവം, മോഡിയുടെ പീഡനങ്ങൾ ഏറ്റേറ്റ് കേജ്രിവാൾ അറസ്റ്റിലാണ്. മമതാ ബാനർജിക്കെതിരെയുള്ള സംഭവങ്ങൾ വളരുന്നു. DMKയുടെ അവിടെയും ഇതാണ്. അപ്പം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ അസ്തിത്വം കളയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതികാര മനോഭാവം എല്ലാവരിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് മോദി ഗവൺമെൻറ് താഴെ ഇറങ്ങുക മാത്രമല്ല വീണ്ടും വരരുത് എന്നുള്ള ചിന്താഗതി വന്നതുകൊണ്ട് ഇന്ന് മോഡിയുടെ അല്ലെങ്കിൽ BJPയുടെ ശത്രുക്കളെല്ലാം ഒരുമിച്ചിരിക്കുകയാണ്. എങ്ങനെ വന്നാലും ഇന്ത്യ മുന്നണിക്ക് 60% വോട്ട് കിട്ടും. 60% വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സീറ്റ് എത്രയായിരിക്കും? കഴിഞ്ഞ പ്രാവശ്യം 37 കിട്ടിയിട്ട് തന്നെ 56% സീറ്റ് കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിമ്പിൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടും. ഞാനൊരു ഉദാഹരണ ബാക്ക് പറയാം. 2004 വാജ്പേയിയുടെ കാര്യം. വാജ്പേയിയുടെ കാലത്ത് തിരിച്ചു വരുന്നാലും കരുതിയോ? ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം അടിക്കുമ്പോൾ തിരിച്ചു വന്നില്ലേ? പക്ഷേ എന്ത് സംഭവിച്ചു? ആ 2004 അനുഭവം ഇന്ത്യയിൽ ആവർത്തിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കോൺഗ്രസും ഈ മുന്നണിയൊന്നും വലുതായിട്ട് പറയുന്നില്ല. എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ സീറ്റ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് 300 കിടക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അമിതമായ പ്രതീക്ഷയൊന്നുമില്ല. ചിലപ്പോൾ അതിനപ്പുറമാകാം. UPA അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ സമയത്ത് UPA ഇതുപോലെ തന്നെ 270 കിടക്കുമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ എത്ര സീറ്റ് കിട്ടി? അതുകൊണ്ട് അത്ഭുതത്തെക്കുറിച്ചൊന്നും പറയേണ്ട. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ്. അത് ഒരു വേണമെങ്കിൽ ഭാഗത്തിന് സമ്മതിക്കാം, ഒത്തൊരുമ ഉണ്ടാവും. അത് മുന്നണിയാകുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഐക്യമുന്നണി സംവിധാനം വന്നപ്പോൾ ഐക്യമുന്നണി സാധനം വിജയപ്രദമല്ല, കൂട്ടുത്തരവാദിത്തമില്ല, ഇത് തകരുമെന്ന് കരുതി. പക്ഷേ 2 മുന്നണികൾ എഴുതിയല്ലേ, ഒന്നും വേണ്ട. എല്ലാവരും പറയുന്ന ഒരു കഥ, 2 കഥകൾ ഉണ്ടെങ്കിൽ 1977 കോൺഗ്രസിനെതിരെ ജനതാദൾ, ആ ജനതാദളിനകത്ത് പിന്നീട് ഭിന്നിപ്പുണ്ടായി. മൊറാർജി ദേശായി, ചരൺ സിംഗ്, പിന്നീട് വാജ്പേയി, അവസാനം BJP ആയി പിരിഞ്ഞു. ജനതാദൾ ചിഹ്നമന്യമായി. 3 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യ അധികാരത്തിൽ വന്നു. അപ്പോൾ അത് മുന്നണി സംവിധാനം നിലനിൽപ്പില്ല എന്ന ഒരു വികാരം ആളിക്കത്തിച്ചുകൊണ്ടാണ് വീണ്ടും കോൺഗ്രസിൽ അധികാരത്തിൽ വന്നത്. അത് കഴിഞ്ഞ് നരസിംഹറാവിൻ്റെ കാലത്തിന് ശേഷം മുന്നണി സംവിധാനം ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ പോലും മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദേവഗൗഡയും ഗുജറാളും വന്നത്. അധികം നിന്നില്ല. പിന്നീട് വന്നത് BJP ആണ്. BJPയും മുന്നണിയായിരുന്നു. ആ മുന്നണി അധികം നിന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ UPA മുന്നണിയിൽ നിന്നും ആദ്യം വിട്ടുപോയത് ആളവ കരാറിൻ്റെ പേരിൽ ആ മുന്നണിയുടെ സൃഷ്ടിയിൽ തങ്ങളാണ് പ്രധാന ആളുകളെന്ന് പ്രചരിപ്പിച്ചിരുന്ന ഹരികൃഷ്ണൻ സിംഗ് സുർജിൻ്റെ നേതൃത്വത്തിലുള്ള CPM ആണ്. പക്ഷേ ആണവ കരാറിൻ്റെ നേതൃത്വത്തിൽ പ്രകാശ് കാരാട്ട് സെക്രട്ടറി ആയപ്പോഴാണ് വിട്ടുപോയപ്പോൾ സമാജ്വാദി പാർട്ടി ഉള്ളതുകൊണ്ടാണ് ആ ഭരണം നഷ്ടപ്പെടായിരുന്നത്. അപ്പം CPM പോയി, ഇടതുപക്ഷ കക്ഷികൾ പോയി, ദുർബലപ്പെടുന്നു. അതുകൊണ്ട് UPA തകർന്നു, വീണ്ടും അധികാരത്തിൽ വരില്ല എന്നാണ് എല്ലാവരും കരുതിയത്. ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ പേരിലാണ് കേരളത്തിൽ വോട്ട് കിട്ടിയത്. അന്ന് രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. അപക്വമായ മനുഷ്യൻ. രാഹുൽ ഗാന്ധി അതിനുശേഷം 5 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു മുഖ്യ താരമായി മാറി. പ്രധാനമായും കന്യാകുമാരി മുതൽ കാശ്മീരം വരെ നടന്നു. വെയിലും മഴയും മഞ്ഞുമെല്ലാം കൊണ്ട് കാൽനടയായി ഇന്ത്യ ചുറ്റി സഞ്ചരിച്ചു. ഏതാണ്ട് 10-12 സംസ്ഥാനങ്ങൾ ചുറ്റി 6000-ൽ പരം കിലോമീറ്റർ നടന്നു. അപ്പോൾ തന്നെ എന്താണ് രാഹുൽ ഗാന്ധി എന്നും ജനങ്ങൾ നേരിട്ടറിയുന്ന എല്ലാ സ്ഥലങ്ങളിലും എന്നും രാവിലെ ജനങ്ങളുമായി സംവേദിക്കുന്ന ഒരു രാഹുൽ ഗാന്ധി
ആ പഴയ പപ്പുമോൻ എന്നുള്ള ഇമേജ് മാറി ജനങ്ങളുടെ പാപ്പയായി വളരുകയായിരുന്നു. മാത്രമല്ല ഇപ്പോഴും രാഹുൽ ഗാന്ധി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത മുതൽ ദിവസം വരെയും അന്ന് മണിപ്പൂരിൽ കലാപബാധിത പ്രദേശം മുതൽ പകുതി നടന്നും പകുതി ബസ്സിലും ഒക്കെ വന്ന് ഏറെക്കുറെ മഹാരാഷ്ട്രയുടെ ഗുജറാത്തിൻ്റെ ബോർഡറിലാണ് അവസാനിച്ചത്. അപ്പം ഇന്ത്യയെ കണ്ടെത്താൻ ഒരു കാലത്ത് മഹാത്മാഗാന്ധി ട്രെയിൻ മാർഗം എല്ലാ സംസ്ഥാനങ്ങളിലും പോയെങ്കിലും നടന്നും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ബസ് മാർഗവും പോയി ഇന്ത്യയെ കണ്ടെത്താൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്ക് ബദലായ ഒരു നേതാവായി ഉയർന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത് എല്ലാ ആളുകളും പറയുന്നുണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ മോദി അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ പ്രത്യേകിച്ചും മോദി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന 400 സീറ്റ് കിട്ടും. പല ചാനലുകളും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ള സർവേ, വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും നടത്തിയതിലൊക്കെ എന്തായാലും വീണ്ടും അധികാരത്തിൽ വരുന്ന BJP ആയിരിക്കും എന്നാണ് പ്രചരണം. ഇപ്പോൾ BJP അധികാരത്തിൽ വരില്ല, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു പറഞ്ഞാൽ ഇപ്പോൾ ജനം പരിഹസിക്കുന്ന അവസ്ഥയിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ജനം പരിഹസിച്ചാലും യാഥാർത്ഥ്യം വ്യത്യസ്തമാണ്. അതിന് കാരണം പറയാം. അതായത് കഴിഞ്ഞ തവണ BJP അധികാരത്തിൽ വന്നപ്പോൾ BJPക്ക് 37% വോട്ട് കിട്ടി. BJPയുടെ കൂടെ വേറെ ദേശീയ കക്ഷികളുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് കിട്ടിയത് 19% വോട്ടാണ്. പക്ഷെ അന്ന് തന്നെ കോൺഗ്രസ് കിട്ടിയ വോട്ടുകളും ഇന്നിപ്പോൾ ഇന്ത്യ പോലുള്ള കക്ഷികളും കൂടി ചേർന്നാൽ 50% വോട്ട് ആവുമായിരുന്നു. ആരോ തമാശ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ്സിൽ കുട്ടികൾ പറഞ്ഞു സ്ഥിരമായി ഞങ്ങൾക്ക് ഉപ്പുമാവാണ്, അതുകൊണ്ട് എന്ത് വേണം. അങ്ങനെ ഉപ്പുമാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കഥ എന്ന് പറഞ്ഞെങ്കിൽ അധ്യാപിക വിളിച്ച് ചോദിച്ചു ഉപ്പുമാവിനെ വോട്ടെടുക്കാം. അപ്പം ഈ 20 പേര് 25 പേര് ഉപ്പുമാവെന്ന് പറഞ്ഞു, 10 പേര് ചപ്പാത്തി എന്ന് പറഞ്ഞു, 15 പേര് പൂരി എന്ന് പറഞ്ഞു. അവസാനം 20 പേരെ ഉപ്പുമാവിനെ അനുവദിച്ചെങ്കിലും അതിൽ വ്യത്യസ്തങ്ങളായതുകൊണ്ട് അത് ഉപ്പുമാവ് 20% ആളുകളുടെ പിന്തുണയോടുകൂടി ജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 40% ആളുകളുടെ പിന്തുണയെ ആ മുന്നണിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുന്നണികളെല്ലാം വിഭിന്നമായി നിന്നിരുന്നു. ഇതിന് വ്യത്യസ്തമായൊരു കഥയുണ്ട്. അതായത് UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു വിദേശ വനിതയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അന്ന് മോദിയേക്കാൾ അന്ന് ജനസമ്മതനായിരുന്നു വാജ്പേയി. വളരെ സമ്മതനായ ആൾ, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾ. മാത്രമല്ല വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ തിളങ്ങുന്നു, തിരിച്ചു വരും. അന്ന് കുറേ കൂടി ഇതിനേക്കാൾ നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു. കേരളത്തിൽ പോലും കുമരകത്ത് വന്ന് വാജ്പേയിയുടെ പാക്കേജ് എന്നൊക്കെ പറയുന്നത് വളരെ അഭിമാനപരമായിട്ട് എല്ലാ പത്രങ്ങളും വാഴ്ത്തി. അപ്പോൾ കേരളത്തിൽ പോലും വാജ്പേയിയെ വാഴ്ത്തുന്ന ഒരു കാലഘട്ടത്തിൽ 2000 ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വാജ്പേയി അധികാരത്തിൽ വരുമെന്നാണ് കരുതി. എല്ലാ ആളുകളും പ്രവചിച്ചെന്താ വാജ്പേയി അധികാരത്തിൽ വരും. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ UP അധികാരത്തിൽ വന്നു. അതിന് കാരണം എന്താ? കോൺഗ്രസിൻ്റെ മാത്രം എടുക്കല്ല, കോൺഗ്രസിനോടൊപ്പം CPM ഉൾപ്പെടെ എല്ലാ കക്ഷികളും ചേർന്നപ്പോൾ ഒരു 10-15 പേര് ചേർന്ന ഒരു മുന്നണിയായപ്പോൾ ആ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അധികാരത്തിൽ വന്നത്. കേരളത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തുടർ ഭരണത്തിന് വേണ്ടി നിയമസഭയുടെ കാര്യമാണ് പറയുന്നത്. പല തന്ത്രങ്ങളും CPM-ന്റെ ഭാഗത്തു നിന്ന്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പയറ്റിയിട്ടുണ്ട്. താങ്കൾക്കത് കൃത്യമായി അറിയാം. താങ്കൾ ആ സമയത്ത് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ഒരു നേതാവ് കൂടിയാണ്. ആ തന്ത്രങ്ങൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റാൻ ശ്രമിക്കുന്നുണ്ടോ CPM? തീർച്ചയായിട്ടും വർഗീയ കാർഡ് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ അത് കോൺഗ്രസ് നിലപാടും ഒന്ന് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും പിണറായി വിജയൻ കേരളം മുഴുവൻ നടന്ന് പൗരത്വ നിയമത്തിനെതിരെ തങ്ങളാണ് എന്ന് പറഞ്ഞ് അതൊരു വലിയ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രശ്നമാക്കാൻ ശ്രമിക്കുകയാണ്. അത് ഒരു സമുദായത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഒരു സമുദായം മാത്രമല്ലല്ലോ, ബാക്കി എല്ലാവരും വോട്ട് കിട്ടണ്ടേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സാഹചര്യം വ്യത്യസ്തമാണ്. പ്രളയവും അതുപോലെ തന്നെ കോവിഡും ഒക്കെ വന്നപ്പോൾ അത് അതിജീവിക്കാനുള്ള കരുത്ത് തനിക്കുണ്ടെന്നുള്ള ഒരു മാധ്യമ പരിവേഷം ഉണ്ടാക്കി ഒരു വലിയ ശക്തനായ മുഖ്യമന്ത്രി എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ അത് കഴിഞ്ഞു. അതിന് നേട്ടം കൊയ്തു. ചില കിറ്റിൻ്റെയൊക്കെ കണ്ടേക്കാം. ആ സാഹചര്യമല്ല, പിണറായി സർക്കാർ നാറിയിരിക്കുകയാണ്. പക്ഷേ AK ബാലൻ പറഞ്ഞതുപോലെ ചിഹ്നവും കൊടിയും നിലനിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം രാജ്യം നിലനിർത്താൻ വേണ്ടിയാണ്. ഇവരെ സംബന്ധിച്ചുള്ള എന്താണ്? ചിഹ്നവും കൊടിയാണ്. പിന്നെ എന്തിനാണ് കൊടിയെക്കുറിച്ച് ആശ്രയിക്കുന്നത്? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യേകിച്ച് അർത്ഥം തകർന്നു. സോവിയറ്റോട് തകർച്ചയോടുകൂടി തന്നെ ലോകം മുഴുവൻ പോയി. കമ്മ്യൂണിസം അവശേഷിക്കുന്ന ഏക സ്ഥലം കേരളമാണ്. ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ദേശീയ കക്ഷി സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പാണ്. കാരണം ദേശീയ കക്ഷി ആവാൻ കിട്ടേണ്ട ഒരു സീറ്റ് വിഹിതമോ വോട്ട് വിഹിതമോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി 4 കക്ഷികൾ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കക്ഷിയാവണം. 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇപ്പോഴുള്ളൂ, കേരളം, ബംഗാൾ, ത്രിപുര. വേറെ 4-ആമതില്ല. അപ്പോൾ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ദേശീയ കക്ഷി സ്ഥാനം പോവുകയും ചിഹ്നവും കൊടിയും പോകും.
ഇനി എന്തിനാണ് ചിഹ്നത്തെ കൊടിയെക്കുറിച്ച് ഇത്ര വ്യാകുലപ്പെടുന്നത്? എത്ര മഹത്തരമായ ചിഹ്നമാണോ അരിവാൾ ചുറ്റിക? അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അരിവാളെന്ന് പറഞ്ഞാൽ കർഷക തൊഴിലാളികളുടെ പ്രതീകമായിരുന്നു, ചുറ്റിക വ്യവസായ തൊഴിലാളികളുടെ പ്രതീകമായിരുന്നു. ഇന്ന് അരിവാളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചുറ്റിക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പുതിയ തലമുറ കണക്കാക്കുന്നത് അരിവാളും ഈ ചുറ്റികയും മനുഷ്യൻ്റെ കഴുത്തറക്കുകയും അല്ലെങ്കിൽ തല അടിച്ചു കൊല്ലുകയും ചെയ്യുന്ന മാരകായുധങ്ങളാണ്. അതുകൊണ്ട് ഈ മാരകായുധങ്ങൾ ചിഹ്നമാക്കിയതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഈനാമ്പെച്ചി മരപ്പെട്ടിയൊക്കെ ആവുമെന്നാണ് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പോലും അവർക്ക് ചിഹ്നത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, കൊടിയെക്കുറിച്ചാണ് കൂടുതൽ ഭയപ്പെടേണ്ടത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി കാണണമെന്നുണ്ടെങ്കിൽ കേരളം വിട്ടാൽ എവിടെയെങ്കിലും പാലത്തിൻ്റെയോ റോഡിൻ്റെ അടുത്ത് അപകടമാണെന്ന് എഴുതി വെച്ചാൽ അതിനടുത്ത് തലയോട്ടിയുള്ള ഒരു ചിഹ്നമുണ്ടെങ്കിൽ ആ തലയോട്ടിയുടെ മുകളിൽ ഒരു ചുവന്ന കൊടി കാണും. എന്നല്ലാതെ ചുവന്ന കൊടി കേരളത്തിലൊട്ടും കാണുവാനില്ല. അപ്പം പാർട്ടിയുടെ ചിഹ്നത്തെക്കുറിച്ചോ കൊടിയെക്കുറിച്ചോ അല്ല അവർ ഭയപ്പെടേണ്ടത്. ചിഹ്നവും കൊടിയും അത് പോയാലും വേറെ കിട്ടും, പക്ഷേ പാർട്ടി തന്നെ ഇല്ലാതാവുന്നു. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രാദേശിക കക്ഷിയായി ചുരുങ്ങാമെന്നല്ലാതെ ദേശീയ ഭൂപടത്തിൽ ഇല്ലാതാവും. മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ 2 കിട്ടി, ചിലത്തവണ 1 കിട്ടാൻ സാധ്യതയുള്ളൂ, ബാക്കി എവിടുന്ന് കിട്ടും? അപ്പോൾ ഈ പറയുന്ന വ്യവസ്ഥ അനുസരിച്ചുള്ള ഒരു വോട്ട് വിഹിതമോ സീറ്റ് വിഹിതമോ കിട്ടാതെ പൂർണ്ണമായും തകർച്ചയിലേക്ക് CPM തന്നെ ദേശീയ കക്ഷി അല്ലേക്കാണ് പോകുന്നു. അപ്പം നേരത്തെ മായ ചോദിച്ചു ഈ UPA ഗവൺമെൻറ്റിൻ്റെ പഴയ ഗവൺമെൻറ്, അന്നത്തെ UPA ഗവൺമെൻറ്റിൽ ഒരു പ്രധാന കക്ഷിയായിരുന്നു CPM, പ്രധാന കക്ഷിയായിരുന്നു CPI. അവരുടെ അടിത്തറ തകർന്നു, കോൺഗ്രസിൻ്റെ അടിത്തറ തകർന്നിട്ടില്ല. ഇപ്പോഴും കേരളത്തിലെ സംസ്ഥാന നിയമസഭകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ ഒരു ഭരണം ഇല്ലെങ്കിൽ പോലും BJP ഒറ്റയ്ക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം കുറവാണ്. ഈ അടുത്ത കാലത്ത് നടന്ന കർണാടകം അല്ലെങ്കിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ എല്ലാം നോക്കുമ്പോഴത്തേക്കൊണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസമില്ല, 1-2% വ്യത്യാസമുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് അടിത്തറയിൽ കഴിഞ്ഞ തരത്തെക്കാളും ഉയർന്ന ഒരു വോട്ടിംഗ് അടിത്തറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കേരളത്തിലേക്ക് കടന്നാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അടിത്തറ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഇത്തവണത്തെ ഈ പ്രചരണം നോക്കിയപ്പോൾ ബൂത്ത് തലത്തിലേക്കൊക്കെ കടക്കുമ്പോൾ പ്രവർത്തകർ വളരെ കുറവാണ്. നേതാക്കളുണ്ട്, ഇപ്പോൾ ഇന്ദിരാഭവനിൽ വന്നാൽ നേതാക്കളെ കാണാം, അല്ലെങ്കിൽ DCC നേതാക്കളുണ്ട്, ശരിയാണ്. നേതാക്കളിൽ മാത്രം ഒതുങ്ങുകയല്ലേ, പ്രവർത്തകർ വല്ലാതെ ചുരുങ്ങുന്നുണ്ടല്ലോ. അത് പണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ് പ്രവർത്തകരുള്ളത്, കേഡർ പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസിൽ അത് ഇപ്പോൾ വല്ലാതെ ചുരുങ്ങിയിരിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും. അതെന്നെ പറയാൻ പറ്റില്ല. കോൺഗ്രസിലെ സംഘടനാ സംവിധാനത്തിൽ ദൗർബല്യമുണ്ട്. അത് 10 വർഷമായിട്ടുണ്ടായതാണ്. അതിന് കാരണം പുതിയ തലമുറ ഇല്ലാതെ പോയി. യൂത്ത് കോൺഗ്രസും KSU തകർന്നു. ആ തകർച്ച ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കോളേജുകളിൽ വീണ്ടും KSU വരുന്നു, യൂത്ത് കോൺഗ്രസ് ശക്തമായി. അപ്പോൾ കേരളത്തിൽ യൂത്ത് കോൺഗ്രസും KSU ആണ് കോൺഗ്രസിനെ വളർത്തിയത്. 1967-69 കാലഘട്ടത്തിൽ 9 അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇതിനേക്കാൾ ദുർബലമായിരുന്നു. ആ ദുർബലമായ കോൺഗ്രസിന് പുതുജീവൻ നൽകിയത് യൂത്ത് കോൺഗ്രസും KSU ആണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം ഉണ്ടെങ്കിലും ബൂത്ത് തലത്തിൽ ഇപ്പോൾ CPM-നോടൊപ്പം സംഘടനാശേഷി ഇല്ലെങ്കിൽ പോലും ആ സംഘടനാശേഷി അടുത്ത 1 വർഷത്തിനുള്ളിൽ തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ ബൂത്ത് തലത്തിലുള്ള കമ്മിറ്റികളുടെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ അവസ്ഥയല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടായിരുന്ന ബൂത്തിൽ വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇപ്പോൾ ബൂത്ത് തല സമ്മേളനങ്ങളിലൊക്കെ ധാരാളം ചെറുപ്പക്കാർ വരുന്നുണ്ട്, വനിതകൾ ധാരാളം വരുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സംഘടനാ ദൗർബല്യം ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. വേറൊരു സത്യമാണ് പറയട്ടെ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം ഗ്രൂപ്പ് രാഷ്ട്രീയമായിരുന്നു. ഇന്ന് കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയമില്ല. എവിടെ എല്ലാ പാർട്ടിയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വരും, പ്രാദേശിക അടിസ്ഥാനത്തൊക്കെ തർക്കങ്ങളുണ്ട്. പക്ഷേങ്കിലും സംസ്ഥാന തലത്തിൽ ഇങ്ങനെ പണ്ട് കെ കരുണാകരൻ ഗ്രൂപ്പ്, ആന്റണി ഗ്രൂപ്പ്, IA എന്നൊക്കെ പറഞ്ഞ് എന്നും പ്രശ്നമല്ലേ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ചിന്ത ഇപ്പോൾ ഇല്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഗ്രൂപ്പിനെതിരെയാണ്, ഒറ്റക്കെട്ടായി ഒന്നായി നിൽക്കണമെന്നുള്ള ഒരു ചിന്താഗതിയാണുള്ളത്. അപ്പോൾ ഒരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഗ്രൂപ്പിസം ഇല്ലാത്ത കോൺഗ്രസ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അതിൻ്റെ ഫലം ലോക്സഭയിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഗ്രൂപ്പിസം ഇല്ലാതായി അതിനുവേണ്ടി മുകൾ തട്ടിൽ നിന്ന് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു എന്നാണല്ലോ പൊതുവെ പറയാറുള്ളത്. പക്ഷേ അത് എത്ര കണ്ട് ഫലവത്തായി? ഗ്രൂപ്പുകൾ കൂടുകയല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും പരോക്ഷത്തിൽ കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ തന്നെയല്ല ഉണ്ടായിട്ടുള്ളൂ. പണ്ട് രണ്ട് ഗ്രൂപ്പുകളായിരുന്നു, പ്രബല ഗ്രൂപ്പ്, 2 പാർട്ടിയെ പോലെ പ്രവർത്തിച്ചിരുന്നു. അവർ തമ്മിൽ ഒരു മുന്നണിയായിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോഴും ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഗ്രൂപ്പിൻ്റെ അവശിഷ്ടമായ ഒരാളുകളുണ്ട്. അന്ന് AI എന്നൊക്കെ എടുത്തു പറയാം, അതിനൊരു നേതാവുമുണ്ട്, അവർക്കൊപ്പം കുറെ നേതാക്കളും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ 26 അക്ഷരത്തിലേക്കാൾ കൂടുതൽ ഗ്രൂപ്പുകൾ എന്നൊരു അവസ്ഥയിലുണ്ട് പരോക്ഷമായി കോൺഗ്രസിൽ. അത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ CPM-ലില്ലേ? CPM-നുള്ളിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലത്തും ഓരോ നേതാക്കന്മാർ. പക്ഷെ കോൺഗ്രസിലാണ് അതിന്റെ
ദോഷങ്ങൾ വലിക്കുന്നത് പലപ്പോഴും. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസിനുള്ളിൽ ആരുടെയെങ്കിലും നേതൃത്വ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? കരുണാകരന്റെ ആന്റണി നേതൃത്വ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. മുൻപ് ഒരു നേതാവിന്റെ പേര് പറയാനുണ്ടായിരുന്നു. ഇന്ന് നിരവധി നേതാക്കളാണ്. ആരൊക്കെയാണ്? എല്ലാവരും അതിനെ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്തും നേതാക്കന്മാർക്ക് അവരുടെ സ്വാധീന മേഖലയുണ്ട്. അവർ ചുറ്റുപറ്റി നിൽക്കുന്ന ആളുണ്ടാവും എന്ന് വെച്ച് അങ്ങനെ ഛിന്നഭിന്നമായി കിടക്കുന്ന ആളുകളെ ഒരുമിച്ച് എന്ന് പറയാൻ എളുപ്പമല്ല. അതുകൊണ്ട് പഴയ പോലെ ചില ഗ്രൂപ്പിസത്തിൻ്റെ അവശിഷ്ടമായ ചില പ്രാദേശിക ഗ്രൂപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന് ഇന്ന് ഗ്രൂപ്പ് ശല്യം ഇല്ല. ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ ബൂത്തിൽ കോൺഗ്രസേ ഉള്ളൂ. അവിടെ ബൂത്തിൽ തലത്തിൽ വളരെ കുറച്ച് ആളുകളുടെ ഇടയിൽ എ ഗ്രൂപ്പും ഇല്ല, ഐ ഗ്രൂപ്പും ഇല്ല, വ്യക്തികളുടെ ഗ്രൂപ്പും ഇല്ല, നേതാക്കന്മാരുടെ ഗ്രൂപ്പും ഇല്ല. അപ്പം താഴേക്കിടയിൽ പ്രവർത്തകന്മാർക്കെതിരെ ഗ്രൂപ്പിസം പാടില്ല എന്ന ചിന്താഗതിയുണ്ട്. കാരണം തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് വഴക്ക് ഉണ്ടാക്കിയാൽ തിരിച്ചു വരില്ല. അതുകൊണ്ട് ഗ്രൂപ്പിസത്തിൻ്റെതായ ചിന്താഗതി ഉള്ളതുകൊണ്ട് അത് ഇപ്പോൾ അനുകൂലമായ സാഹചര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കണമെങ്കിൽ എപ്പോഴും ഫണ്ട് കൂടി വേണം. ആ ഫണ്ടിന്റെ ഒരു അപര്യാപ്തത അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ടോ ഇത്തവണ കോൺഗ്രസിനെ? തീർച്ചയായും. അതായത് KPC ഓഫീസിൽ ചായ വാങ്ങിക്കാൻ കാശില്ലെന്ന് പറയാൻ സാധ്യത. കാരണം അക്കൗണ്ടുകൾ മരപ്പിച്ചു. കോൺഗ്രസ് ദേശീയ തലത്തിലുള്ള അക്കൗണ്ടുകളിലെ ഇന്റർലിങ്ക്ഡ് ആണ്. ആദായനികുതി കൊടുക്കാത്തതിൻ്റെ പേരിലാണെന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദായനികുതി ഇല്ല. കണക്ക് കാണിക്കണമെന്നുള്ളത് കാണിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സീതാറാം കേസിൽ ട്രഷറായിരുന്ന കാലത്ത് 30 കണ്ട് എന്തോ കണക്ക് കാണിച്ചില്ലാത്ത പേരിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ ഇടയിൽ തന്നെ മരയിപ്പിച്ചത്. അപ്പം കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ഫണ്ടായി ശേഖരിച്ച് വെച്ചിരുന്ന കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്ന അക്കൗണ്ടുകളെല്ലാം മരയിപ്പിച്ചു. അപ്പോൾ അവിടെ നിന്നും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വരാനുള്ള കാശില്ല, ട്രെയിനിൽ വരാനുള്ള കാശില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു കാലത്തും ഇല്ലാത്ത. അതേസമയം BJPക്കും CPMനും പണം ഒഴുകുകയാണ്. അവരുടെ അക്കൗണ്ടിൽ കാശില്ലെന്ന് മാത്രമല്ല അല്ലാത്ത പണമുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഭരണമില്ല, സംസ്ഥാനത്തില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ നിന്നും നോട്ട് കെട്ടായി കൊടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് കൂപ്പൺ അടിച്ചു കൊടുക്കുക, അത് ജനങ്ങളിൽ പോയി തെണ്ടിപ്പിരിക്കുക, അല്ല മാർഗമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നത് ഈ പറയുന്ന ബൂത്തടിസ്ഥാനത്തിലുള്ള പ്രവർത്തകന്മാർ ഈ യാചകന്മാരായി ഭിക്ഷാന്തേഹികളായി എല്ലാ വീട്ടിലും ചെന്ന് ഞങ്ങൾ വോട്ട് തരണേ, അതോടൊപ്പം തന്നെ 10 രൂപ തരണേ എന്ന് പറഞ്ഞ് ആ പണം കൊണ്ട് വോട്ട് നടത്തേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. പക്ഷെ അതിനൊരു ഒരു ഒരു മൂല്യമുണ്ട്. അതായത് സാധാരണഗതിയിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കൊണ്ട് നോട്ട് കെട്ടുകൾക്കുമായിട്ട് ഇങ്ങനെ ആളുകൾ വിതരണം ചെയ്യുന്നു എന്നുള്ള പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ കയ്യിൽ വിതരണം ചെയ്യാൻ കാശില്ല, പണം കൊടുക്കാൻ കാശില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ചെലവിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന വികാരം വരും. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേരത്തെ വോട്ട് മാത്രമല്ല കൊടുക്കുന്നത്, ഞങ്ങൾ കാശും കൊടുത്തു. അപ്പം ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ അതൊരു പ്രചോദനമാകും. പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണല്ലോ ആളുകൾ ഏറ്റവും കൂടുതൽ ശക്തമാകുന്നത്. അതുകൊണ്ട് നേതാക്കന്മാർ എല്ലാ സ്ഥലങ്ങളിലും സർക്കുലർ അയക്കുകയും വിവരങ്ങൾ ചെയ്തതോടുകൂടി പ്രവർത്തകർ അനുസരിച്ച് പോവുകയാണ്. അപ്പം പണമില്ലായ്മ പ്രശ്നമാണെങ്കിൽ പോലും ബൂത്തുകളിലോ ഒന്നും ഇല്ലെങ്കിൽ പോലും പഴയ ആ രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പോലും കാര്യങ്ങൾ മംഗളകരമായി നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സന്നാഹം ഇന്ന് കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനവും മെച്ചപ്പെടാനും നല്ല ദൃഢതയുള്ള ജനങ്ങളുമായി ബന്ധമുള്ള ആളുകൾ ഉണ്ടാക്കാനും ഇതൊരു അനുഗ്രഹമായി തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഭരണം കയ്യിലുള്ള CPM അവരുടെ ആ ഭരണ യന്ത്രം അവരുടെ പ്രചരണത്തിന് വലിയ തോതിൽ ഉപയോഗിക്കുന്നില്ലേ കേരളത്തെ? തീർച്ചയായും. അതായത് ഉദാഹരണത്തിന് ഞാൻ പറയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ, അതായത് ഗവൺമെൻറ്റിന് നേട്ടങ്ങൾ വിവരിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ എല്ലാ വോട്ടർമാർക്കിടയിൽ ലക്ഷക്കണക്കിന്, ഇവിടെ പെൻഷൻ കൊടുക്കാൻ പോലും കാശില്ല, പക്ഷെ കോടിക്കണക്കിന് രൂപ മുടങ്ങിയിട്ടാണ് ഈ സാധനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഉൾപ്പെട്ട മാസിക, ജനപദം മാസികയാണ്, അവയെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. അത് ഒരു വശത്തും. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പണം ഉപയോഗിക്കുന്ന എല്ലാ സംവിധാനവും ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പാർട്ടികൾ മുഖേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കണ്ട ഒരു പ്രത്യേകിച്ചും പത്തനംതിട്ട കണ്ട ഒരു പ്രതിഭാസമാണ്. തോമസ് ഐസക്കിന് കൂടുതൽ ബന്ധമുള്ളത് കുടുംബശ്രീ സ്ത്രീകളുമായിട്ടാണ്. അപ്പോൾ കുടുംബശ്രീ, ആശ, അതുപോലെ തന്നെ അംഗനവാടി തുടങ്ങിയ പ്രവർത്തകന്മാരെ എല്ലാം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പിടിച്ചുകൂട്ടി അവരെയെല്ലാം വനിതാ പ്രവർത്തകരായി ഇറങ്ങിയിരിക്കാം. വിസമ്മതിക്കുന്ന അതിനകത്തും ചില കോൺഗ്രസ്സുകാരുണ്ടല്ലോ, എല്ലാം CPM ഒന്നുമല്ല. അവർ വിസമ്മതിച്ച നിങ്ങൾ വോട്ട് പിടിക്കാൻ പോയില്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടും എന്ന് പച്ചയായി അതിൻ്റെ ഇൻസ്ട്രക്ടർമാർ പറയാണ്. അപ്പം വോട്ട് പിടിക്കാൻ പോയില്ലെങ്കിലും കോൺഗ്രസ് വേണ്ടി അവർ വോട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഉദ്ദേശം അതാണ്. അപ്പം ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ എല്ലാം രാഷ്ട്രീയവൽക്കരിച്ചു. അപ്പം നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. ഇതെല്ലാം അഴിമതിയല്ലേ? ഗവൺമെൻറ് സ്ഥാപനത്തിലുള്ള പണം പറ്റുന്ന ആളുകളെ ഉപയോഗിച്ചാൽ പറ്റുമോ? ഗവൺമെൻറ് പണം ഉപയോഗിച്ച് നടത്താൻ പറ്റുമോ? അപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ
താഴേക്കടയിൽ സർക്കാർ മിഷനറി ഉപയോഗിച്ച് ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ പോകേണ്ടി വരും. അതെൻ്റെ തെളിവായി പോകും. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഉപദേശകരുമാണോ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പാർട്ടിയെ അല്ല അല്ലേ? മുഖ്യമന്ത്രിക്ക് ഒരു നല്ല ടീമുണ്ടാകും. ഉപദേശകന്മാർ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ഒരു മുഖ്യമന്ത്രിക്ക് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വലിയ പരിജ്ഞാനം ഉണ്ടാവില്ല. ആദ്യ ഗവൺമെൻറ് കാലത്ത് മുഖ്യമന്ത്രിക്ക് ധാരാളം ഉപദേശകരുണ്ടായിരുന്നു. അവരെല്ലാവരും പ്രഗത്ഭമതികളായിരുന്നു, സംശയമൊന്നും വേണ്ട. ഇപ്പോൾ ഗീതാ ഗോപിനാഥ് IMF സെക്രട്ടറി ആയിപ്പോയി. പിന്നെ MK ദാമോദരനെ പോലെയുള്ള നിയമ വിദഗ്ധന്മാർ, ജോൺ ബിട്ടാസിനെ പോലെയുള്ള പ്രഭാകരനെ പോലെയുള്ള മാധ്യമ അഡ്വൈസർമാർ, ലീഗൽ സെല്ലിന് NK ജയകുമാർ, പിന്നെ ദത്തൻ ഇവിടുത്തെ ISR ഡയറക്ടർ, അങ്ങനത്തെ ഒരു വലിയ ടീമാണ്. പിന്നെ ഡോക്ടർ ഇക്ബാലിനെ പോലുള്ള ആരോഗ്യ വിദഗ്ധർ, അങ്ങനെ ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ഉദ്ദേശം എനിക്കറിയില്ല. അവിടെ ഉപദേശവും ഗുണകരമായിരുന്നു. ഇപ്പം അതല്ല, ഒരു വൈദഗ്ധ്യവും ഇല്ലാത്ത നാലാം കിടക്കാരിലേക്ക് പാർട്ടിയിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ ഉപദേശകർ ആരൊക്കെയാണ്? ഇപ്പോൾ ഉപദേശകരാണെന്നുള്ളത് എനിക്ക് പിടിയില്ല. മുഖ്യമന്ത്രി വഴിതെറ്റിക്കുന്ന ഒരു വൈതാളിക സംഘമുണ്ട്. കാരണം എന്താ, അവർ കാരണഭൂതരെന്നും അല്ലെങ്കിൽ ക്യാപ്റ്റനെന്നും ഒക്കെ പറഞ്ഞ് പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വൈതാളിക സംഘം ചുറ്റും കൂടിയിട്ടുണ്ട്. അവരാണ് ഭരണം നിയന്ത്രിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വീണ്ടും വരണമെന്ന് അധികം ഒരു ആവശ്യമുണ്ടായിരുന്നു. മാത്രമല്ല പുള്ളി എല്ലാ കാര്യവും ശ്രദ്ധിച്ചിരുന്നു. ഇത്രയും ശ്രദ്ധാലുവായ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് തിരിച്ചു വന്നത്. അതിനുശേഷം രണ്ടാം ഭരണം കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നുള്ളതുകൊണ്ട് പുള്ളി ശ്രദ്ധിക്കുന്നില്ല. മാത്രമല്ല ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം, ഞാനത് കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യനും ഒരു പ്രായം ചെല്ലും, 79 വയസ്സാകുന്നു. അപ്പം സ്വാഭാവികമായിട്ടും പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവാം. അതുകൊണ്ട് ഭരണശ്രദ്ധ അദ്ദേഹത്തിനുണ്ടായി. ഭരണശ്രദ്ധ കുറവ് അദ്ദേഹത്തിനുണ്ടായപ്പോൾ അത് മുതലെടുക്കുന്നത് പാർട്ടിയല്ല. പാർട്ടിയുടെ പേരിൽ AK സെല്ലാണ് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല, സെക്രട്ടേറിയറ്റുമല്ല. കുറേ ആളുകൾ ഒരു വൈതാളിക സംഘത്തിൻ്റെ കൈകളിലാണ്. അവർ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുകയാണ്. അപ്പം ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് വിഭിന്നമായി കുത്തഴിഞ്ഞ ഒരു ഭരണം, ബ്യൂറോക്രസി അഴിഞ്ഞാട്ടം എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ താല്പര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആളില്ല. അതിൻ്റെ തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നത്. വൻ തിരിച്ചടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രധാന വിശ്വസ്തർ ആരൊക്കെയാണ്? ഈ കുതന്ത്രങ്ങൾക്കൊക്കെ പിന്നിലുള്ള വിശ്വസ്തർ? അങ്ങനെ വിശ്വസ്തരില്ല. ഇപ്പം പ്രഭാവർമ്മയും മനോജും ഒക്കെ തന്നെയാണ് പ്രസ്താവന എഴുതി കൊടുക്കുന്നത്. പണ്ട് ശിവശങ്കറുണ്ട്, അദ്ദേഹം ജയിലിലാണ്. പിന്നെ എബ്രഹാം, അദ്ദേഹമാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം കിഫ്റ്റിയുടെ ഡയറക്ടറൊക്കെയാണ്. പക്ഷേ പോലീസ് ഭരണം നടത്തുന്നത് P ശശിയാണ്. നയനാറിൻ്റെ കാലത്ത് പോലീസ് ഭരണം എങ്ങനെ പോയെന്നുള്ള അറിയാമല്ലോ. ആ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് CM രവീന്ദ്രനാണ്. CM രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ SLC പോലും പാസ്സാവാത്ത ആളാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് കൂടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ട്. IAS ഉദ്യോഗസ്ഥർ സമാനമായ ശമ്പളമാണ് വാങ്ങുന്നത്. പാർട്ടിയുടെ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ട ആൾ പാർട്ടി ലംഘിച്ചുകൊണ്ട് ആണ് അദ്ദേഹം തുടരുന്നത് തന്നെ. പക്ഷേ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഭരണം നടത്തുന്നത്. ഇപ്പം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് എൻ്റെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറയാറുണ്ട്, സൂപ്പർ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞത് ശിവശങ്കറാണ്, സൂപ്പർ CM തന്നെയാണ് CM രവീന്ദ്രൻ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. അത് കുറേ കൂടി ശക്തമായിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അവിടെ കസാരയിലിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് കാറിൽ നടക്കുന്നു. സെക്രട്ടേറിയറ്റിൽ ഭരണം നിയന്ത്രിക്കുന്ന സൂപ്പർ CM രവീന്ദ്രൻ തന്നെയാണ്. ശരി, വളരെയധികം നന്ദി ഓൺ റെക്കോർഡിൽ സംസാരിച്ചത്.